ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓണസദ്യയിലെ അടുത്ത വിഭവമായ വറുത്തരിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ്. സദ്യകളിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു വിഭവമാണ് എരിശ്ശേരി. ഞാൻ ഇന്നിവിടെ നേന്ത്രക്കായയും ചേനയും ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു എരിശ്ശേരി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്വാദിഷ്ടമായ എരിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 1/4 കിലോ ചേനയാണ് എടുത്തിട്ടുള്ളത്. ചേനയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കുറച്ച് വലുപ്പത്തിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് നന്നായി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നേന്ത്രക്കായ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഇതേ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്ത് നന്നായി കഴുകി കറയൊക്കെ കളഞ്ഞ് എടുത്തു വെക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ കായയും ചേനയും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൺചട്ടിയിൽ വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചെടുക്കുമ്പോൾ ഒരുപാട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരിപ്പായിട്ട് കിടക്കുന്ന രീതിയിൽ അരച്ചെടുത്താൽ മതി. ഇതിലേക്കിനി 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എരിശ്ശേരിക്ക് പാകമായിട്ടുള്ള അരപ്പ് എങ്ങനെയാണെന്ന്. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, കുറച്ച് തരിതരിപ്പായിട്ട് ഇതുപോലെ കിടക്കണം. ഒരുപാട് അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇതാണ് എരിശ്ശേരിക്കുള്ള തേങ്ങ അരപ്പിൻ്റെ പാകം. ഇനി എരിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതുപോലെ മൺചട്ടിയിൽ തേങ്ങ വറുത്ത് എരിശ്ശേരിയിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 8 ചുവന്നുള്ളി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും എരിശ്ശേരിക്ക്. ഇനി ഈ ചുവന്നുള്ളി എല്ലാം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഈ ചുവന്നുള്ളിയൊക്കെ ഒന്ന് വാടി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കറിവേപ്പിലയും വറ്റൽമുളകും ചെറിയുള്ളിയും ഒക്കെ തേങ്ങയോടൊപ്പം വറുത്ത് ചേർക്കുന്നത് കാരണം എരിശ്ശേരിക്ക് ഒരു പ്രത്യേക സ്വാദും നല്ലൊരു മണവുമായിരിക്കും. ഇതിപ്പോൾ ചെറിയുള്ളിയും വറ്റൽമുളകും കരിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വഴണ്ട് ആ ചെറിയുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയതും ഇതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് തേങ്ങ ചിരകിയതുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അടികട്ടി കുറവുള്ള പാത്രത്തിലാണ് ഇതുപോലെ തേങ്ങ വറുത്തെടുക്കുന്നതെങ്കിൽ അത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ തേങ്ങ കരിഞ്ഞു പോകും. കുറച്ച് സമയം എടുത്ത് തന്നെ ഈ തേങ്ങയുടെ കളർ മാറുന്നത് വരെ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ തേങ്ങയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് ഈ പൊടിയുടെ ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൂടെ ചേർത്ത് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്താൽ മാത്രം മതി.
ഇതിപ്പോൾ ഈ തേങ്ങയൊക്കെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. വറുത്ത തേങ്ങ ഈ ഒരു ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതേ ചട്ടിയിലാണ് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന ചേനയും കായൊക്കെ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ചേനയും കായൊക്കെ ഒരുപാട് വെന്തുടയാതെ ഈ ഒരു പാകത്തിന് വേണം നമുക്ക് വേവിച്ചെടുക്കാൻ. ഇനി ഈ വേവിച്ചെടുത്ത കായയും ചേനയും നമ്മൾ തേങ്ങ വറുത്ത അതേ ചട്ടിയിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ചട്ടിയിലാണ് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഈ കഷ്ണങ്ങൾ കുറച്ചൊന്ന് ഉടച്ചെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം ഈ ഒരു കഷ്ണങ്ങൾ ഉടയണം എന്നുള്ളതനുസരിച്ച് ഉടച്ചെടുക്കാം കേട്ടോ. ചില ആളുകൾക്ക് എരിശ്ശേരിയിൽ ഈ കഷ്ണങ്ങൾ നന്നായിട്ട് ഉടയുന്നതായിരിക്കും ഇഷ്ടം. ചില ആളുകൾക്ക് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകുന്നത് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാനിവിടെ ഈ കഷ്ണങ്ങൾ കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇത്രയും ഉടച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ അരപ്പോടെ ചേർത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ആ ചൂട് കൊണ്ട് ഉടഞ്ഞു കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ചേനയും കായൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങ അരപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അരപ്പൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുത്ത തേങ്ങാരപ്പിൻ്റെ ആ ഒരു പച്ചമണം മാറാനും ഒന്ന് കുക്കാവാനും വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ കുറച്ചുകൂടെ കുറുകി വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ഇതിപ്പോൾ തേങ്ങ അരപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങ വറുത്തതില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഈ ഒരു എരിശ്ശേരിയുടെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കായി കിട്ടും. ഈ ഒരു പാകമാകുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു തേങ്ങാ വറവില്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ വറുത്തതൂടെ ചേർത്ത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഈ തേങ്ങ വറുത്തതൂടെ ചേർത്ത് ഇതിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ഒരു നാടൻ എരിശ്ശേരിയുടെ സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വറുത്തരിശ്ശേരി തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ കായും ചേനയും വെച്ച് ഇതുപോലെ എരിശ്ശേരി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. മറ്റു കറികളൊന്നും തന്നെ ആവശ്യം വരില്ല. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഓണസദ്യയ്ക്ക് ഈ ഒരു വറുത്തരിശ്ശേരി തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു ഓണസദ്യ വിഭവമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.